ഞങ്ങളിവിടെ വന്നപ്പോൾ വഴി തെറ്റിപ്പോയി ഗൈസ്. അവിടെ പാർക്ക് ചെയ്യാൻ പോകുമ്പോൾ ചെറിയൊരു കിട്ടാത്തതായിട്ടൊന്നുമില്ല. മീനടക്കം നല്ല ഫ്രഷ് മീനൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. 9 കോപ്പി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 10ാമത്തെ കോപ്പി ഫ്രീ ആണ്. അപ്പൊ ഇന്ന് അറിയില്ല, ഇത് എല്ലാവർക്കും അറിയാവോ എന്ന് എനിക്കറിയില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു നൈറ്റ് ഓഫ് ആണ്. ഞാൻ ഉച്ചവരെ കിടന്നുറങ്ങി. സമയം ഇപ്പോൾ ഏകദേശം 2 മണി ആയിട്ടുണ്ട്. 2 മണിയല്ല, 2:30 ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇന്ന് നല്ല വെതർ ആയതുകൊണ്ട് തുണിയൊക്കെ ജസ്റ്റ് വിരിച്ചിട്ടിട്ടുണ്ട് പുറത്ത്. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ പുറത്ത് തുണിയൊക്കെ വിരിച്ചിടുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്ത് പോവാം. കാരണം നൈറ്റ് കഴിഞ്ഞ് ഇവിടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഉറങ്ങാനുള്ളൊരു ടെൻഡൻസിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ വീണ്ടും കിടന്ന് ഉറങ്ങും. പിന്നെ നൈറ്റ് ഒട്ടും ഉറക്കം വരത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് ഷെഫീൽഡ് സിറ്റി സെന്ററിലേക്കാണ്. സിറ്റി സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൗണ്. ഇവിടെ UK ഉള്ളവർക്കൊക്കെ പിന്നെ എന്താണല്ലോ അറിയായിരിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് പോവാം. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുവാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇന്ന് ഇത്ര നല്ല കാലാവസ്ഥയായിരിക്കും എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്നലെ ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്കിരുന്ന് ജസ്റ്റ് വെതർ നോക്കിയായിരുന്നു ഇന്ന് എന്തായിരിക്കും കാലാവസ്ഥ എന്നറിയാൻ. പക്ഷെ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് 5 ഡിഗ്രി 6 ഡിഗ്രി എന്നൊക്കെയാണ്. പക്ഷെ രാവിലെ കുറച്ച് മൂടി കിടക്കുന്ന വെതർ ആയിരുന്നെങ്കിലും ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കിടിലൻ വെതർ ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബസ് NHSC വർക്ക് ചെയ്യുന്നവർക്കുള്ള ഫ്രീ ബസ്സാണ്. നമ്മൾ ജസ്റ്റ് ID കാർഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിൽ കയറി നമുക്ക് ട്രാവൽ ചെയ്യാം. പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് സിറ്റി സെൻറ്റർ വരെ എത്താൻ 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. നടന്നു പോവുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നടക്കാനുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നടന്നു പോകാനാണ് രസം. ഇത്രയും വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ നടന്നും സൈക്കിളിനും ഒക്കെയാണ് പോകുന്നത്. കാരണം വെയിൽ കണ്ട ഇവർ മിസ് ചെയ്യാറില്ല. എനിക്കിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് വണ്ടിക്ക്. ഇവിടെ ഇങ്ങനെ റോഡിൻ്റെ 2 സൈഡിലും വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. നമ്മുടെ വണ്ടി ഇതേ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ പക്ഷികളൊക്കെ അപ്പിയിട്ട് വെച്ചിട്ട് വണ്ടി മൊത്തം കുളമായി കിടക്കുവാണ്. അപ്പോൾ ഇനി കൊണ്ട് വാഷ് ചെയ്യണം ഇന്ന്. അപ്പോൾ ഗൈസ്, ഞാൻ ജസ്റ്റ് വണ്ടി ക്ലീൻ ചെയ്യുന്നിടത്ത് വന്നിരിക്കുവാണ്. ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ ബ്രിട്ടീഷുകാരല്ല, ഇവർ വേറെ ഏതോ രാജ്യക്കാരാന്ന് തോന്നുന്നു. എന്താണെങ്കിലും നന്നായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. എത്ര പൈസയാണ് പറയുന്നത് നോക്കട്ടെ. അപ്പോൾ വണ്ടി ഇത്രയും നന്നായിട്ട് വാഷ് ചെയ്ത് പുറം മൊത്തം ക്ലീൻ ചെയ്താൽ അവർ 8 പൗണ്ടേ വാങ്ങിച്ചുള്ളൂ. അതായത് നാട്ടിലെ ഒരു 800 രൂപ. ഇവിടെ അത് കുറച്ച് അത്യാവശ്യം ചീപ്പാണ്. നേരത്തെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ വഴി തെറ്റിപ്പോയി ഗൈസ്. അപ്പോൾ വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വഴികളൊക്കെ എല്ലാം ഒരുപോലത്തെ വഴികളാണ്. അതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ടാണ് പോകുന്നതെന്ന്. പക്ഷേ എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടെന്ന്. അപ്പം ജസ്റ്റ് വഴി തെറ്റി വീണ്ടും നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പിന്നെ ഇവിടെ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോക്കി നിൽക്കുമ്പോൾ ബസ് ലൈൻ വരും. ബസ് ലൈനിൽ ഞാൻ കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ പോസ്റ്റ് ബോക്സിൽ ലെറ്റർ വന്ന് കിടക്കും. 30 പൗണ്ട് 50 പൗണ്ടൊക്കെ ഫൈൻ എന്ന് പറഞ്ഞ് വന്ന് കിടക്കും. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ സീന്. 2-3 തവണ ഫൈനൊക്കെ അടച്ചിട്ടുണ്ട്. അടച്ചടച്ചാണ് നമ്മൾ പഠിക്കുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു എനിക്കൊരു ഫൈൻ കിട്ടിയ കാര്യം. ആ ഫൈൻ ആക്ച്വലി നമ്മൾ സമയം കൂടുതൽ ഇട്ടതിന് കിട്ടിയ ഫൈൻ അല്ല. ഡിസേബിൾഡ് ആൾക്കാരുടെ ബേയിലായിരുന്നു ഞാൻ അന്ന് പാർക്ക് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് അന്ന് ഫൈൻ കിട്ടിയത്. അപ്പം ഞാൻ അവരോട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ജസ്റ്റ് ആ പാർക്കിംഗ് ടിക്കറ്റും തിരിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ആ സെയിം സ്ഥലത്ത് തന്നെയാണ് പാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ പോകുമ്പോൾ ചെറിയൊരു ഉൾഭയം. നമുക്ക് ഫൈൻ കിട്ടിയ ആ ഒരു ഇത് നമുക്ക് കിടപ്പുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പേടി ഇല്ലാതില്ല. ടിക്കറ്റ് എടുത്ത് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കാം. ഇന്നും ഫൈൻ കിട്ടാൻ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ 3 മണിക്കൂറിൻ്റെ ടിക്കറ്റാണ് ഇന്ന് എടുത്തേക്കുന്നത്. കാരണം ഇന്ന് എത്ര ലേറ്റ് ആവും എന്നറിയില്ല. ജിമ്മിലൊക്കെ പോകാനുണ്ട്. ഇവിടെ ഈ സൈഡിൽ കാണുന്ന ഈ ബിൽഡിംഗ് കാണുമ്പോൾ എനിക്ക് എപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓർമ്മ വരും. പിന്നെ നമ്മളിങ്ങനെ വരുമ്പം ഈ കാണുന്നതാണ് ഷെഫീൽഡ് സിറ്റി സെൻറ്റർ. പക്ഷെ നമുക്കിവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല, എല്ലാം കിട്ടും. മലയാളി കടകളുണ്ട്. ഇവിടെ ഒരു മൂർ മാർക്കറ്റ് ഉണ്ട്. മൂർ മാർക്കറ്റിൽ നമ്മുടെ എല്ലാ കോണ്ടിനെന്റൽ ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടും. കപ്പ, UK കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവില്ല. കരിയാപ്പല, വാഴയില,
അങ്ങനെ എല്ലാ സാധനങ്ങളും മൂർ മാർക്കറ്റിൽ കിട്ടും. ഉണ്ടോ, മൊത്തം പ്രാവുകളാണ് ഇവിടെ. ഈ പ്രാവുകൾക്ക് ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതാണ് ഇടയ്ക്ക്. ഇനി കുറേ ചാരപ്രാവിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ളപ്രാവ്. ഇവിടെ ഇങ്ങനെ ആൾക്കാർ ചുമ്മാ വന്നിരിക്കും, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിലും രാവിലെ തൊട്ട് ഇങ്ങനെ ആൾക്കാർ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നതാണ് ഈ ഇട്ടിരിക്കുന്ന ചെറിയ ചെയറിൽ കൂടെ. പിന്നെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഡാൻസ്, പാട്ട്, അങ്ങനത്തെ കുറേ ഇങ്ങനെ അവർക്കൊക്കെ പൈസയും കിട്ടും കേട്ടോ. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല മൂർ മാർക്കറ്റ്, ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. മീനടക്കം നല്ല ഫ്രഷ് മീനൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ചീപ്പാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കപ്പ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചീപ്പായിട്ട് കിട്ടില്ല കേട്ടോ. ചക്കയൊക്കെ ഒരു പീസിന് തന്നെ 6-7 പൗണ്ടൊക്കെ, അതായത് ഒരു 700 രൂപയ്ക്കാണ് ചെറിയൊരു കഷ്ണം ചക്കയൊക്കെ കിട്ടണമെങ്കിൽ. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്ന കോസ്റ്റ കോഫിയിലേക്കാണ്. കോസ്റ്റ കോഫിയിൽ 9 കോഫി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 10ാമത്തെ കോഫി ഫ്രീ ആണ്. അപ്പൊ ഇന്ന് ഓൾറെഡി 9 കോഫി മേടിച്ചു, ഇന്ന് ഫ്രീ കോഫി മേടിക്കാനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിന്ന് ഫ്രീ കോഫിയാണ് കിട്ടാൻ പോകുന്നത്. ഞാനൊരു ക്യാപ്പുച്ചീനോ ആണ് ഓർഡർ ചെയ്തത്. ഇവിടെ ഇങ്ങനൊരു ഉപകാരമുണ്ട്. കോസ്റ്റ കോഫി ആണെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുവാണെങ്കിൽ 10ാമത്തെ കോഫി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ എല്ലാവരും ഒന്നും അങ്ങനെ സ്കാൻ ചെയ്യാറില്ല. ഇത് എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയില്ല. 9 കോഫി വാങ്ങിയാൽ 10ാമത്തെ കോഫി ഫ്രീ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഫ്രീ കോഫി ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് കളക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ നമ്മുടെ കോസ്റ്റ കോഫി ഒന്ന് കുടിച്ച് നോക്കാം. നോർമൽ എപ്പോഴും കുടിക്കുന്ന പോലെ തന്നെ, പ്രത്യേകിച്ച് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് വെച്ച് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനില്ലല്ലോ. കൊള്ളാം, നൈസ്. കുറച്ച് കയ്പ്പാണ്, എന്നാലും നല്ല കുഴപ്പമില്ല. കൂടുതലാണ് നല്ലല്ലോ. നെക്സ്റ്റ് എന്ന് പറയുന്ന കട കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ എനിക്ക് ഇവിടെ പിള്ളേരുടെ സെക്ഷനിൽ നിന്നാണ് എനിക്കുള്ള ഡ്രസ്സൊക്കെ എപ്പോഴും കിട്ടാറ്. വലിയ ആൾക്കാരുടെ സെക്ഷനിലുള്ള സ്മോൾ സൈസ് പോലും എനിക്ക് ഭയങ്കര വലുതാണ്. ഞാനെപ്പോഴും ഡ്രസ്സൊക്കെ ഇവിടെ നിന്നാണ് എടുക്കാറ്. ഈ വൈറ്റ് ഡ്രസ്സ് ആക്ച്വലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നോക്കട്ടെ നമ്മുടെ സൈസിന് പറ്റിയതുണ്ടോന്ന്. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഒരു 5 പൗണ്ട് ടീഷർട്ട് മേടിച്ചു. നോർമലി അവിടെ 5 പൗണ്ടൊന്നും ടീഷർട്ട് കിട്ടാറില്ല. ഇന്ന് എന്താണോ ഒരു നല്ലൊരു ടീഷർട്ട്, ബ്ലാക്ക് കളർ, ഇത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ജിമ്മിലേക്ക് പോവാണ്. കാര്യം ജിമ്മിലെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോഴൊന്നും പോവാറില്ല, മടിയാണ്. ഇടയ്ക്കൊക്കെ പോവാറുള്ളൂ. പിന്നെ എനിക്ക് ചെറുതായിട്ട് ബാക്ക് പെയിൻ ഒക്കെ വന്നായിരുന്നു. അത് ഞാൻ പിന്നെ ജിമ്മിൽ പോകൊക്കെ നിർത്തിയായിരുന്നു. ഇപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് ട്രെയിനറൊന്നുമില്ല, ഞാൻ ജസ്റ്റ് എനിക്ക് അറിയുന്ന പോലെയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ജിമ്മിലേക്ക് പോവാം. ഞാനിപ്പോൾ ജസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി കയറാൻ പോവാണ്. കുറേ നാൾ കൂടി വന്നതുകൊണ്ട് ഇന്ന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അറിയില്ല, ബാക്ക് കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചിലപ്പം കുറച്ച് ചെയ്തിട്ട് വീട്ടിൽ പോവായിരിക്കും. എനിവേ നമുക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ജിമ്മിൻ്റെ അങ്ങോട്ടേക്ക് ക്യാമറ എടുക്കുന്നില്ല, കാരണം ബാക്കി ആൾക്കാരുടെ പ്രൈവസി നമ്മൾ നോക്കണല്ലോ. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമല്ലെങ്കിലോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ക്യാമറ എടുക്കുന്നില്ല. നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ജസ്റ്റ് ജിമ്മ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഭയങ്കര ടയേർഡായി. അത്ര നന്നായിട്ടൊന്നും വർക്കൗട്ട് ചെയ്തൊന്നുമില്ല, എന്നാലും കുറേ നാൾ കൂടി പോയിട്ടാന്ന് തോന്നുന്നു. ഭയങ്കര ബോഡിയൊക്കെ ഒത്തിരി ടയേർഡായ പോലെ. ഇനി ഇവിടെ ഒരു ഹോസ്മാൻ എന്ന് പറയുന്ന കടയുണ്ട്. അവിടെ ഫ്രഷ് മീറ്റും
പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ പോയിട്ട് സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാനുണ്ട്. അവിടെയും കൂടെ പോയിട്ട് നേരെ വീട്ടിൽ പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇനി ഓസ്മാനിൽ എത്തിയിട്ട് കാണാം.